ഇന്നിപ്പോൾ നമ്മുടെ പത്രമാധ്യമങ്ങളിലെല്ലാം കുംഭമേളയാണ് വാർത്ത. ഞാൻ മാധ്യമം പത്രം കണ്ടു. കുംഭമേള ആരംഭിച്ചതിന് ശേഷം ഒരിക്കൽ പോലും കുംഭമേളയെക്കുറിച്ച് പോസിറ്റീവായ വാർത്തകൾ കൊടുക്കാത്ത, ഒരിക്കലും ഒന്നാം പുറത്ത് ഇടം കൊടുക്കാത്ത മാധ്യമം ഉൾപ്പെടെയുള്ള മലയാളത്തിലെ എല്ലാ പത്രങ്ങളിലും ഇന്ന് കുംഭമേളയുണ്ട്. ഇന്നലെ മുതൽ എല്ലാ ചാനലുകളും, സാറ്റലൈറ്റ് ചാനലുകളുടെ റിപ്പോർട്ടർമാരും കുംഭമേളയ്ക്ക് പ്രയാഗരാജിലുണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ അവർ കുംഭമേള തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞിട്ടും അവരെ ആരും അവിടെ കണ്ടിരുന്നില്ല. നമ്മുടെ പത്രങ്ങളിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അവർ കണ്ടു. ഇന്നലെ മുതൽ അവരുടെ യൂണിറ്റ് കുംഭമേളയിൽ നിർത്തിയിരിക്കുക. ഇത് കുംഭമേള കാണിക്കാനോ ഇനിയും ദുരന്തമുണ്ടാകും അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ആളുകൾ കുംഭമേളയ്ക്ക് പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ചാനൽ ലേഖകന്മാർ ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്ത പറയുന്നത്. അപ്പോൾ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ മേളയാണിത് ലോകത്തിൽ. കാരണം ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യയുടെ പകുതി ആളുകളെങ്കിലും അവിടെ ചില ദിവസങ്ങളിൽ തന്നെ എത്തുന്നുണ്ട്. ഈ മൗനി അമാവാസി, ഇനി വസന്ത പഞ്ചമി, ശിവരാത്രി. അതെ, ഇപ്പൊ ഇത്തരം ദിവസങ്ങളിലൊക്കെ ആണ് ഇത്രയും ആളുകൾ വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ, പല ആളുകളും ഉണ്ട്, മാധ്യമപ്രവർത്തകർ തന്നെയുണ്ട്, മാധ്യമപ്രവർത്തകരും ഉണ്ട്. അപ്പോൾ അവർ സംഭവിച്ചതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. കാരണം അവിടെ പോകുന്ന ആളുകൾ പത്രം വായിക്കുന്നില്ല, TV കാണുന്നില്ല. അത് മാത്രമല്ല, വളരെ വാസ്റ്റായ ഏരിയയാണ്. 20 കിലോമീറ്റർ ഏരിയ, 20 കിലോമീറ്റർ തന്നെയാണ് ഒരു നഗരി എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഒരു മൂലക്കൊരു ദുരന്തം ഉണ്ടായി. അതായത് തൃശ്ശൂർ ഒരു കൊക്കയിലേക്ക് ഒരു ജീപ്പ് മറിഞ്ഞിട്ട് ഇത്ര പേര് മരിച്ചു എന്ന് നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുന്ന പോലത്തെ സംഭവങ്ങളാണിത്. നിങ്ങളിത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നടന്നു എന്ന് പറയുമ്പോൾ എത്രയോ വിദൂരമായ സ്ഥലത്താണ് ഈ സംഭവിച്ചതായിട്ട് അറിയുന്നത്. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇന്ന് കണ്ടത് നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിൽ ലേഖകൻ പറയുന്നു, ഞാൻ ഇവിടെ ഭയങ്കര തിരക്കാണ്, ജനങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ പുറമെ കാലിയാണ് ജനം. ആളുകളൊക്കെ സമാധാനമായിട്ട് നടന്നു പോകുന്നു, ഒരു തിക്കും തിരക്കും കാണുന്നില്ല. വലിയ തിരക്കാണെന്ന് ലേഖകൻ പറയുകയും അദ്ദേഹം നിൽക്കുന്നിടത്ത്, ഞാൻ നിൽക്കുന്നിടത്ത് വലിയ തിരക്കാണെന്ന് പറയാം. പക്ഷെ വളരെ കൂളായിട്ട് നമ്മുടെ ഒരു തെരുവിലൂടെ ആളുകൾ പോകുന്ന പോലെയാണ് ആളുകൾ പോകുന്നത് അവിടെ. അങ്ങനെ ആളുകളില്ലാത്ത സ്ഥലത്ത് ഇവർ നിന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും പല ചാനലുകളിലും കാണുന്നുണ്ട്. തിരക്കുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട് പുലർച്ചെ മുതൽ. അവിടെ വലിയ ആളില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയും ആയിരിക്കും. ഈ ദുരന്തം നടന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ ഇവിടെ വരുന്നില്ല എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സംഭവിക്കുന്നത്. കാരണം ഇത്തവണത്തെ ഇത് വലിയ റെക്കോർഡാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ ആഗോള ശ്രദ്ധയും ഒക്കെ വരുന്ന ഇതാണ്. ഇതൊന്ന് പൊളിക്കണം എന്ന് പലരും ആഗ്രഹിക്കുന്നു. ഇത് എങ്ങനെയാണ് പൊളിഞ്ഞതെന്ന് അന്വേഷിക്കാനായിട്ട് കമ്മീഷനെ വെച്ചിട്ടുണ്ട്. 3 അംഗ കമ്മീഷൻ. പൊളിഞ്ഞില്ല, ദുരന്തം ഉണ്ടായത്. അതിനകത്ത് ഇപ്പോൾ കമ്മീഷൻ വരുമ്പോഴത്തേക്ക് വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ ഇന്നലെ മുതൽ കാണിക്കുന്നുണ്ട്. ചില ആളുകളുടെ വീഡിയോ ഇന്നലെ കാണിച്ചു. വീഡിയോ കാണിച്ചിട്ട് ആളുകൾ പറയുന്നു, ഒരു സംഘം ആളുകൾ വന്നു. നമ്മളൊരു വീഡിയോ ഇന്ന് രാവിലെ ചെയ്തു. ഒരു സംഘം ആളുകൾ വന്നു. ആ ആളുകൾ വന്ന് പോകുന്ന കൂട്ടത്തിൽ 10-12 പേരുള്ളൊരു സംഘം ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ചുവന്ന കൊടികളുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തള്ളുണ്ടാക്കിയിട്ട് അതിലൊരാൾ ബെൽറ്റൂരി അടിച്ചു. അപ്പോൾ അടി കൊണ്ട ആളുകൾ മുന്നോട്ടഞ്ഞിട്ടാണ് ഇതുണ്ടായതെന്ന് പറയുന്ന വീഡിയോസ് ഇപ്പോൾ ലഭ്യമാണ്. ഈ വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു. നമ്മുടെ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക്കിൽ ഒരു 1.5 മിനിറ്റോളം. അല്ല, നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ നമുക്കൊരു അബദ്ധം പറ്റി. ആ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഇത് 30 സെക്കൻഡ് മറ്റോ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എഡിറ്റോറിയൽ ടെക്നിക്കൽ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഇത് റെഡ് ഫ്ലാഗ് എന്ന് പറയുന്ന ഭാഗം വന്നില്ല, അത് കട്ടായിപ്പോയി. അതുകൊണ്ട് ഈ വീഡിയോയിൽ ചുവന്ന കൊടിയുമായി ഒരു സംഘം വന്നു എന്നുള്ള ഭാഗം നമുക്ക് കാണിക്കാം. അപ്പോൾ അത് ഇങ്ങനെ ആളുകൾ പോകണ്ട, ഭക്തന്മാർ ഇങ്ങനെ നേരെ പോകേണ്ടതിന് പകരം ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ബാരിക്കേഡ് ബ്രേക്ക് ചെയ്യാണ്. അതൊരു ചെറിയ സംഘമാണ് ബ്രേക്ക് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിൽ അത് കാണാം. അതിനു മുമ്പ് പോലീസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, അവിടെ ഉറങ്ങിക്കിടക്കുന്നവരെല്ലാം മാറണം, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് അവിടുത്തെ പ്രയാഗരാജ് SP ആണ് അനൗൺസ് ചെയ്യുന്നത്, മെഗാഫോൺ വഴി. അതെ, അത് പുലർച്ചെ 1 മണിയോ 1:30 കാരണം അവർക്ക് അപ്പം എണീറ്റിട്ട് സംഗമ സ്ഥാനമാണല്ലോ, അവിടെ പോയി കുളിക്കാം. ഈ സംഗമ സ്ഥാനത്ത് മാത്രമാണ് ഈ തിരക്ക്. ബാക്കി എത്രയോ ഘാട്ടുകളിലോ ഒക്കെ പോയി സുഖമായിട്ട് മുങ്ങി നിവർന്ന്
നമ്മുടെ ആത്മസാക്ഷാത്കാരം ഒക്കെ ആയിട്ട് നേടി പോകാവുന്നതാണ്. രാമൻ സാർ, എൻ്റെ ഒരു സംശയം, നമ്മുടെ നമ്മൾ കുംഭമേളയിലേക്ക് നിന്നൊന്നും വഴിമാറി പോകാൻ തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ വലിയ ഒരു സംരംഭം, കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന, ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗമുള്ള, ഭാരതത്തിൻ്റെ പൈതൃകം പേറുന്നവരായ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരാഘോഷം അവിടെ നടക്കുന്നത് കേരളത്തിലെ പത്രങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ തമസ്കരിച്ചിരുന്നു. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് അതോ കേരളത്തിലെ പത്രങ്ങൾക്ക് ഇങ്ങനെ പണ്ട് മുതലേ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ വരുമ്പോൾ അത് പതുക്കി വെക്കുക, ഒതുക്കി വെക്കുക, നെഗറ്റീവ് ഉണ്ടെങ്കിൽ പറയുക, അങ്ങനെ ഒരു അജണ്ട ഉണ്ടോ? എനിക്ക് തോന്നുന്നത് ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകർ, മലയാള മനോരമ, ദ വീക്ക്, മംഗളം, ജന്മഭൂമി തുടങ്ങിയ പത്രങ്ങളുടെയൊക്കെ പത്രാധിപത ചുമതല ഉണ്ടായിരുന്ന രാമചന്ദ്രൻ സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരു അറിവായിരിക്കും. എൻ്റെ അനുഭവത്തിൽ നമ്മളിങ്ങനെ ഹിന്ദുക്കളുടെ ആഘോഷം വരുമ്പോൾ, അല്ലെങ്കിൽ ഹജ്ജ്, മക്കയിൽ ആ ആൾക്കൂട്ടവും ഇതുമൊക്കെ കാണിച്ചിട്ടാണല്ലോ മക്കയിലത്തെ ചിത്രം. ഇതുപോലെ കുംഭമേളയുടെയും ചിത്രം ഹിന്ദുക്കൾക്ക് ഇതൊക്കെ വളരെ പ്രധാനമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏജൻസി ചിത്രങ്ങൾ AFPയോ RAPയോ ഒക്കെ തന്നെ നമ്മൾ നോക്കി കുറേ ചിത്രങ്ങളിൽ നിന്ന് കൂടുതൽ ഒക്കെയുള്ള ചിത്രമൊക്കെ തിരഞ്ഞെടുത്ത് ഒന്നാം പേജിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു മുമ്പൊക്കെ നയം. എന്ന് പറഞ്ഞാൽ BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അതായിരുന്നു നയം. BJP വന്നപ്പോൾ എന്താ ഹിന്ദുക്കളുടെ ഇവർക്ക് ദേഷ്യമാണ്? BJP വന്നു കഴിയുമ്പോൾ ഈ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്സവങ്ങളും BJPക്ക് വോട്ട് നേടിക്കൊടുക്കും എന്ന് സെക്കുലറിസ്റ്റുകൾ തെറ്റിദ്ധരിക്കുന്നു. അല്ല, നേരത്തെ ഇപ്പോൾ ഇവർ കൊടുത്തതോ? അപ്പോൾ അവർ മനസ്സിലാക്കുന്നു തെറ്റിദ്ധരുത്തുകയാണ് അല്ലേ? ഞങ്ങൾ അന്ന് കൊടുത്തത് കൊണ്ടാണ് BJPക്ക് വോട്ട് കിട്ടിയതെന്ന് മനസ്സിലാക്കിയിട്ടാണോ ഈ തെറ്റിദ്ധരുത്തൽ പ്രക്രിയ? അതായത് BJPയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഹിന്ദുത്വമാണല്ലോ. BJPയുടെ പ്രത്യയശാസ്ത്രം BJP ഉണ്ടാക്കുമ്പോൾ ഗാന്ധിയൻ സോഷ്യലിസമാണ്. ഗാന്ധിയുടെ ചിത്രമുണ്ട് അന്ന് ആ ഉദ്ഘാടന സമ്മേളനത്തിൽ. അതൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. ഈ സെക്കുലറിസ്റ്റുകൾക്ക് അവർ പറഞ്ഞ രീതിയിൽ ഭരണം നടന്നു പോകും. ഇപ്പം ഇവർ പറഞ്ഞ രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. കാരണം ഈ മെയിൻ സ്ട്രീം മീഡിയ മുഴുവൻ നയിക്കുന്നത് ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ്. അതെല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, ഇന്ത്യയിലും കാണും എന്ന് പറഞ്ഞ ആളുകൾ നയിക്കുന്നത് കൊണ്ട് ഇനി ഹിന്ദുത്വപരമായ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് അകത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ, ഈ ചില സമയത്ത് പത്രം ഓഫീസിൽ ഫോൾഡിൻ്റെ താഴെ കൊടുത്താൽ മതി, പത്രം 2 കഷ്ണമാക്കാമല്ലോ, 2 ആക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ താഴെ കൊടുത്താൽ പ്രാധാന്യമില്ല എന്നൊക്കെ വിചാരിക്കുന്ന മണ്ടന്മാരും ഒക്കെ പത്രാഫീസിലുണ്ട്. ഫോൾഡിൻ്റെ താഴെ കൊടുത്താൽ മതി നിർദ്ദേശിക്കും. രാജഗോപാലിൻ്റെ പ്രസംഗം 18 പോയിന്റ് സിംഗിൾ കോളം കൊടുത്താൽ മതി, ഇങ്ങനെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് രാജഗോപാൽ ജയിക്കാതിരുന്നോ? അദ്ദേഹം ജയിച്ചല്ലോ. കാരണം ജനങ്ങൾ സത്യം അറിയാനായിട്ട് ചില സമയത്ത് താമസം വരും. സത്യം തിരിച്ചറിയുന്നതോടുകൂടി സത്യം തിരിച്ചറിയുന്നത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ശക്തമാണ്. സോഷ്യൽ മീഡിയ ശക്തമായതോടുകൂടി സത്യം തിരിച്ചറിഞ്ഞ ജനങ്ങൾക്ക് ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോട്, പത്രങ്ങളാവട്ടെ ടെലിവിഷൻ ചാനലുകളാവട്ടെ, അവയോട് പരമപുച്ഛമാണെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും? അത് സത്യമാണ്, പരമപുച്ഛമാണ്. പല ആളുകളും അല്ലെങ്കിൽ എങ്ങനെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രത്തിന് 10 ലക്ഷം കോപ്പി കുറയുക? 10 ലക്ഷം കോപ്പി കുറയുമ്പോൾ തന്നെ ഇത് പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങളും സന്നാഹങ്ങളും ഉള്ള പത്രങ്ങളൊക്കെ തന്നെയാണല്ലോ ഇത്. അത് പിടിച്ചു നിർത്താനും പറ്റുന്നില്ലല്ലോ. കാരണം ജനം തീരുമാനിച്ചതാണ്. സത്യം ആ പത്രത്തിൽ നിന്ന് നമുക്കറിയാൻ കിട്ടുന്നില്ല. അല്ല, ചിലരൊക്കെ പറയുന്നുണ്ട് ഈ മുസ്ലിം വായനക്കാരെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പത്രങ്ങൾ, ഈവൻ മനോരമ പോലും ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പൊതുവിൽ പറയപ്പെടാറുണ്ട്. അതൊരു വാസ്തവമുണ്ട്. കാരണം മുസ്ലിം വായനക്കാരെക്കാൾ കൂടുതലല്ലേ ഹിന്ദു വായനക്കാർ? അല്ല, ഹിന്ദു വായനക്കാരായിരിക്കും ഇത്രയും, അവർക്ക് അതിൻ്റെ കണക്കൊക്കെ ഉണ്ട്. ഇത് ഡ്രോപ്പ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാനുള്ള വിവരവും സംവിധാനം മനോരമയ്ക്കെങ്കിലും ഉണ്ടാവും. അതുണ്ട്. അപ്പോൾ ഡ്രോപ്പ് വന്നിരിക്കുന്നത് ഒന്നാമത് കൂടുതൽ ഈ ഹിന്ദുത്വ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് ഡ്രോപ്പ് വരുന്നുള്ള കണക്കും ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം മുസ്ലിം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മുസ്ലിം വായനക്കാര് അവരെങ്കിലും കാറ്റർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ അകത്തേക്ക്. ഹിന്ദുക്കൾ പൊതുവിൽ മണ്ടന്മാരാണല്ലോ, അത് പോട്ടെ, അങ്ങ് ക്ഷമിക്കും, പിറ്റേ ദിവസം പത്രം വരുന്നു. സത്യത്തിൽ അങ്ങനെ ക്ഷമിച്ചതായിട്ടൊന്നും ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് തോന്നുന്നില്ല. കാരണം ഇന്ന് മനോരമയും ഈ മെയിൻ സ്ട്രീം മീഡിയ എല്ലാം കാണിച്ചു വച്ചിരിക്കുന്നത് ആളുകൾ പോകാതിരിക്കാനുള്ള ഭീഷണിയാണ് എന്ന് പറയുന്ന
പോസ്റ്റുകളൊക്കെ ഞാൻ അല്ല കാണാം. അങ്ങനെയാണെങ്കിൽ മാതൃഭൂമി പത്രത്തിൻ്റെ അടപ്പൂരി പോകണ്ടായിരുന്നു. കാരണം ഹരീഷിൻ്റെ മീശ വന്നതിന് ശേഷം മാതൃഭൂമിയുടെ ഒരു വലിയ വികാരമുണ്ടായി. എനിക്കറിയാം പല വീടുകളിലും പത്രം നിർത്തി. പക്ഷേ ഭൂരിപക്ഷം ഹിന്ദു വീടുകളിലും പ്രത്യേകിച്ച് നായർ കമ്മ്യൂണിറ്റി അപ്പർ കാസ്റ്റ് ഹിന്ദുക്കളുടെ വീടുകളിലും ഇപ്പോഴും മാതൃഭൂമി പത്രമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഹിന്ദു മാനേജ്മെൻ്റ് ആണല്ലോ മാതൃഭൂമിയുടേത്. അതിൻ്റെ പശ്ചാത്തലവും പിന്നെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്ക് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഓർത്തിട്ട് ഇപ്പോഴും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ഷമിച്ചേക്കാം എന്ന് വിചാരിക്കുമല്ലോ. ഈ കാലം എല്ലാം മൃഗവും ഉണക്കും എന്ന് പറയുന്നത് പോലെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മാതൃഭൂമി കുറച്ചൊക്കെ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മനോരമയുടെ ഈ വാരാന്ത പതിപ്പില്ലേ സൺഡേ എന്തൊക്കെയാലും മാതൃഭൂമി മനോജ് കെ ദാസ് വന്നതിന് ശേഷം, നമുക്കൊക്കെ അടുപ്പമുള്ള ആളാണല്ലോ മനോജ്, വന്നതിന് ശേഷം മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പ് ഗംഭീരമായിട്ടുണ്ട്. പല ദിവസവും മാതൃഭൂമി എടുക്കുന്ന നിലപാടുകളിൽ നമുക്ക് അത് മനോജ് കെ ദാസിന്റെ ഗുണമല്ല, ശ്രീകാന്ത് കോട്ടക്കലിന്റെ ഗുണം കൂടിയാണ്. അത് മനോജിന്റെ ഒരു പ്രോത്സാഹനം കൂടി ഉണ്ടാവണമല്ലോ, പത്രാധിപരുടെ ഒരു പിന്തുണ കൂടി വേണം. പത്രാധിപർ അനുകൂലം അല്ലെങ്കിൽ ശ്രീകാന്ത് കോട്ടക്കൽ വിചാരിച്ചാലും നടക്കില്ല, വേറൊരാളെ എടുത്തു വെക്കാവുന്ന അത്രയേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഈ ന്യൂസ് സെലക്ട് ചെയ്യുന്നതിലും മാതൃഭൂമി ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമിയുടെ പോളിസിയിൽ അന്ന് പണ്ട് ഇടയ്ക്ക് വിവാദമായ ഒരു തലക്കെട്ട് ഓർക്കുന്നുണ്ടല്ലോ മനോജ് കെ ദാസുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായെങ്കിലും ന്യൂസ് സെലക്ഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മനോരമയെക്കാളും ബെറ്ററാണ് മാതൃഭൂമി. അത് ആ കാര്യത്തിലും സംശയമില്ല. പിന്നെ മലയാള മനോരമ വായിക്കാൻ നമ്മൾ എത്ര സമയം എടുക്കും? മാതൃഭൂമി വായിക്കാൻ കൂടുതൽ സമയം എടുക്കും. മനോരമയേക്കാൾ പേജ് കുറവാണെങ്കിലും വായിച്ചു തീർക്കാൻ കൂടുതൽ സമയം മാതൃഭൂമിക്കാണ് വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, മാതൃഭൂമി കുറച്ചുകൂടെ മാതൃഭൂമിയുടെ അടിസ്ഥാന വായനക്കാരോട് കുറച്ചുകൂടെ നീതി പുലർത്തേണ്ടതാണെന്നുകൂടെ പുലർത്തേണ്ടതാണ്. കാരണം ഈ അതിൻ്റെ ഭരണത്തിലുള്ള പല ആളുകളും സെക്യുലറിസ്റ്റുകളായത് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മാതൃഭൂമിയുടെ ഈ വായനക്കാരെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഏകാദശി ഇല്ലേ, പിന്നെ ചന്ദ്രേട്ടനെ പോലെയുള്ള ആളുകൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നു മാനേജ്മെൻറ്റിൽ. അപ്പോൾ ഈ ഹിന്ദുക്കൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് കാറ്റർ ചെയ്തിരുന്നത് മാതൃഭൂമി. അവരതിൽ നിന്ന് മാറാൻ തുടങ്ങിയിട്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ചേർന്ന് വർത്താനമൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് അത് ചെടുപ്പുണ്ടാക്കിയത് വായനക്കാരിൽ. ആ സാധനം ഇല്ലാതിരിക്കുകയാണ് വേണ്ടത്. മനോരമയെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊടുത്തിട്ട് നമ്മുടെ മുസ്ലിം വായനക്കാരും കൂടി നമ്മളിൽ നിന്ന് പോയി അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാണ് ആ പത്രം ഇരിക്കുന്നതെന്നാണ് പത്രം കാണുമ്പോൾ. അല്ല, ഞാൻ ചോദിച്ചത് പണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പാടെ ഒഴിവാക്കണമെന്നൊരു പോളിസി പത്രങ്ങൾക്ക് പ്രത്യേകിച്ച് മനോരമയ്ക്കുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഞാൻ വിഷം കുടിക്കുമെന്ന് പത്ര മുതലാളി പറഞ്ഞു എന്ന്. അങ്ങനെ അപ്പോൾ പറഞ്ഞിട്ടില്ല എന്ന് ഉടമസ്ഥന്മാർ പലവട്ടം പറയാം. പിന്നെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ വാചകം അങ്ങനെയല്ലായിരുന്നു. അങ്ങനൊരു ഘട്ടം വന്നാൽ ജീവിക്കുന്നത് നല്ലത് മരണമാണ്, അല്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒസ്യത്ത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മളെപ്പോഴും കമ്മ്യൂണിസത്തിനെ എതിർക്കണം എന്നാണ് മാപ്പിള പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മാറ്റം വന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാറ്റം വന്നല്ലോ. കാരണം പിണറായി വിജയൻ വന്നപ്പോൾ പിണറായി വിജയനോടൊരു സൗഹൃദം അവിടെ ഈ ഉടമകൾക്ക് ഉണ്ടാവുക, പിണറായി വിജയനെ വിരുന്നുകാരനായിട്ട് വീട്ടിലേക്ക് വിളിക്കുക, അതൊക്കെ ഒരു മര്യാദയുടെ അല്ലല്ല. അത് മാപ്പിള പറഞ്ഞതുമായിട്ട് അതിന് ബന്ധമില്ല. നമ്മൾ കമ്മ്യൂണിസത്തിനെ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കില്ല. മാമൻ മാപ്പിളയുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ സ്വീകരിച്ചിട്ടില്ല, അങ്ങനെയാണോ? അല്ല, മാപ്പിളയുടെ കാലത്ത് സ്വീകരിച്ചിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ PT പുന്നൂസ് പോലത്തെ ആളുകളൊക്കെ ഉണ്ട്. അവരുമായിട്ട് അടുപ്പമുള്ള ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന 2-3 പേരൊക്കെ സൗഹൃദമൊക്കെ ആയിട്ട് ഉണ്ടാവാം. ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് അവരൊക്കെ തന്നെ. അതല്ലാതെ കമ്മ്യൂണിസവുമായിട്ട്, കാരണം കമ്മ്യൂണിസം ഈ കച്ചവടത്തിന് പറ്റില്ലല്ലോ. ഈ വരുന്ന വിപ്ലവമൊന്നും അല്ല. അത് തന്നെയാണ് പ്രശ്നം. കച്ചവടത്തിന് ഏറ്റവും പറ്റുന്നത് കമ്മ്യൂണിസം ആണെന്ന് ഇന്നത്തെ മാനേജ്മെന്റ് തിരിച്ചറിഞ്ഞു. പിന്നീട് മാറ്റം വന്നപ്പോൾ കമ്മ്യൂണിസവും ഈ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി ഉണ്ടല്ലോ, പങ്കാളിത്ത ജനാധിപത്യത്തിൽ കമ്മ്യൂണിസം വിശ്വസിച്ച് തുടങ്ങിയപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിലും പ്രശ്നം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ട്രാവൻകൂറില്ലേ, മധ്യ തിരുവിതാംകൂർ, അവിടുത്തെ വായനക്കാർ ക്രിസ്ത്യാനികളാണല്ലോ. ഇത് ബൈബിൾ പോലെ തന്നെ വായിക്കണം എന്ന് കരുതുന്നവർ. അവർക്ക് ഈ കമ്മ്യൂണിസം തളർത്ത് പോക്കട്ടെ
എന്ന് പറയുന്ന ഈ പോളിസിയിൽ അവർക്ക് അഭിപ്രായമില്ല. അങ്ങനെ അവരും കുറേ പേര് നിർത്തിപ്പോയി. അത് ഇങ്ങനെയാണ് ഇത് ഈ ധർമ്മസങ്കടത്തിൽ പെട്ട് കിടക്കുന്നത്. അതല്ലെങ്കിൽ ഈ കുംഭമേളയ്ക്ക് മൗന അമാവാസിയോ വസന്തപഞ്ചമിയോ അന്നൊക്കെ ആളുകൾ കൂടുന്നത് ചിത്രമെടുത്ത് ഹിന്ദു വായനക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊടുത്തിരുന്നതാണ്. പക്ഷെ ഇപ്പം ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണല്ലോ. പക്ഷേ ആകെ 1-ാം പേജിൽ കൊടുത്തത് അവിടെ ദുരന്തമുണ്ടായതിൻ്റെ ചിത്രവും വാർത്തയാണ് ഈ കേരളത്തിലെ പത്രങ്ങൾ ആഘോഷപൂർവ്വം കൊടുത്തത്. കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ബിൽഡപ്പ് ഒക്കെ വേണ്ടേ? ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, കേരളത്തിൽ മാത്രം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ ഇവിടുത്തെ മുഖ്യധാരാ പത്രങ്ങൾ പറയുന്നതിന് മുമ്പ് കുംഭമേളയെ പറ്റിയൊക്കെ 2-3 വീഡിയോ ചെയ്തത് നമ്മളാണ്. മലയാളത്തിൽ ആദ്യം ABC ആണ് നമ്മൾ സാധു ആനന്ദവനം ഭാരതിയെ കൊണ്ടുവന്നിട്ടാണ് ഒരു 5 മാസം മുമ്പ് കുംഭമേള എന്താണ്, എങ്ങനെ അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് 2-3 എപ്പിസോഡ് നമ്മൾ ചെയ്തത്. അത് ഇപ്പോഴും സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്നുണ്ട്. ആളുകൾ വീണ്ടും വീണ്ടും അത് കണ്ടിട്ട് ഇപ്പോൾ പോലും നമ്മളെ വിളിക്കുന്നുണ്ട്. പിന്നെ കുംഭമേളയുടെ ചരിത്രം പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. യോഗി ഇതെങ്ങനെയാണ് ഒക്കെ ഇതിലെങ്ങനെയാണ് പ്രിപ്പറേഷൻസ് മുഴുവൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോസിറ്റീവായിട്ട് ഒരു വാർത്തയെങ്കിലും ഈ പത്രങ്ങൾ കൊടുത്തിട്ടില്ല. ഇല്ല, ചെയ്തിട്ടില്ല. അവർ ഇന്നലെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ശവം തേടി കഴുകന്മാർ വന്നു, ശവന്തീനി കഴുകന്മാർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ ആകെ വേണ്ടത് അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്, കേരള സർക്കാർ പറയുന്നത് പോലെ പേടി വേണ്ട, ജാഗ്രത മതി. അതാണ് നമ്മൾ. അല്ല, ഇത് കേട്ടിട്ട് വേറൊരു കാര്യമുണ്ട്. ഇത് കേട്ടിട്ടും ലക്ഷങ്ങൾ ഇന്നും ഒഴുകി അവിടെ എത്തി. കാരണം ഇന്നലെ ഇത് പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കൊക്കെയാണല്ലോ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് തന്നെ അവിടെ 10 കോടി ആളുകൾ പോയി മുങ്ങിയിട്ടുണ്ട് എത്രയോ സ്ഥലങ്ങളിൽ. അപ്പോൾ കേരളത്തിലെ 5-6 മാധ്യമങ്ങളും ചാനലുകളും വിചാരിച്ചാൽ ഒരു കുംഭമേള എന്ന് പറയുന്ന ഒരു മഹാസംഭവത്തെ, ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അങ്ങ് ഉടച്ചു കളയാം, ഉലച്ചു കളയാം എന്ന് വിചാരിച്ചാൽ ആനമണ്ടത്തരമല്ല, അതിനപ്പുറത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതാണ് എന്ന് പറയാനേ നമുക്ക് കഴിയും. ബ്രിട്ടീഷുകാരും മുഗളന്മാരും വിചാരിച്ചിട്ട് നടന്നില്ല. പിന്നെ അപ്പോഴാണ് ഇവിടുത്തെ മാധ്യമ സിംഗങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.